പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. ഓണം കഴിഞ്ഞിട്ടാണ് വീഡിയോ വരുന്നത് എങ്കിലും കുറേ ദിവസം ഓണം ഉണ്ടല്ലോ. അപ്പോൾ ഓണത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് സമയം കിട്ടാറില്ല. കുഞ്ഞാവ് ഇപ്പോൾ ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പ്രേംജയൻ്റെ കൂടി എന്ത് ചെയ്യാമെന്ന് കണ്ടോ നിങ്ങൾ? ഓണം രാവിലെ ഓണത്തപ്പനെ എതിരേൽക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുഞ്ഞാവയ്ക്കും എൻ്റെ മോൾക്കും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു വലിയ പൂക്കളകത്തിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രേംചേട്ടൻ. ഒരു ഹായ് പറയും പ്രേംചേട്ടാ. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം കൂടിയാണ് കേട്ടോ. ഓഗസ്റ്റ് 26 ഞങ്ങൾ ഒന്ന് ചേർന്നിട്ട് 35 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളോട് എല്ലാവരും പറയണമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഞാൻ വീഡിയോ ഇടാറുണ്ട് വിവാഹ വാർഷികത്തിന്. ഇന്ന് ഈ പ്രാവശ്യം അത് ഓണത്തിനായി വന്നു, അതുകൊണ്ട് വലിയ സന്തോഷമായിട്ടോ. അപ്പോൾ എല്ലാവരെയും കൂടി കാണാമല്ലോ. പിന്നെ ഒരാളെ കാണിച്ചു തരാം. നിങ്ങളെപ്പോഴും കാത്തിരിക്കുന്ന ഒരാൾ. എനിക്ക് ഓണം എന്നും പറഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. രാത്രി ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു. പകലൊന്ന് കറങ്ങാൻ പോയിട്ട് വന്നു. എങ്ങനെ ഇരുന്നാൽ ബോറടിക്കൂലോ അമ്മേ, ഒന്ന് ഓണത്തിന് ആരൊക്കെ ഓണത്തപ്പനെ വെച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് പള്ളിയിലും കൂടി പോയിട്ട് വന്നു കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓണസദ്യ ഒന്നുമില്ല, അവന് മീൻ സദ്യ തന്നെ. അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പൂക്കളം ഇട്ടിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞാവ് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. വഴക്കുണ്ടാക്കില്ല എന്ന് വിചാരിക്കണം. അത്തം മുതൽ പൂവിട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ ചിണ്ടൻകുഞ്ഞാലെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എപ്പോഴും പൂക്കളം കാണും. മുറ്റത്തൊരു പൂക്കളം ഇട്ടു, അകത്ത് കുഞ്ഞാവയ്ക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി വേറൊരു പൂക്കളം ഇട്ടു കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോയിൽ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവനത് കണ്ടിങ്ങനെ രസിച്ചിരിക്കുകയാണ്. ഒരു പൂ പോലും അവൻ കളയില്ല കേട്ടോ. ചില പൂച്ചകളും പട്ടികളും ഒക്കെ അങ്ങനെ പൂക്കളമൊക്കെ നശിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവനൊന്നും കളയില്ല. അവൻ നോക്കിയിരിക്കും. അവൻ നല്ല കുട്ടിയാണ് കേട്ടോ. എല്ലാ വർഷവും ഉച്ചയൂണിന് ശേഷം ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ ചിറ്റയുടെ വീട്ടിൽ കൂടും. ആയിരിക്കുന്നതാണ് എൻ്റെ ചിറ്റയുടെ രമണി ചിറ്റ. ഇപ്രാവശ്യം കുഞ്ഞാവുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവരെല്ലാവരും ഇങ്ങോട്ട് വന്നു. കാരണം അവർക്കെല്ലാവർക്കും ആൺകുട്ടികളാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞുവാവ, ഒരു പെൺകുഞ്ഞുവാവ ഉണ്ടായ സന്തോഷത്തിലാണ് അവരെല്ലാവരും. അവർ കുഞ്ഞാവെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ എൻ്റെ വിവാഹ വാർഷികമായതുകൊണ്ട്, എൻ്റെയും പ്രേംചേട്ടൻ്റെ വിവാഹ വാർഷികമായതുകൊണ്ട് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചല്ലോ, കേക്ക് കട്ടിയിൽ നിന്നാണ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മോനും മോൻ തന്നെയാണ്, എൻ്റെ മോളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞതിന് ശേഷം അവർ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മോളെയും കുഞ്ഞാമയും കാണാനും ഒരു ദിവസം ഞങ്ങളുടെ ഒപ്പം നിൽക്കാനും ഇതൊക്കെ ആഘോഷിക്കാനും വേണ്ടിയിട്ടാണ് അവൻ വന്നത് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. എല്ലാവരും എന്നെ ആശംസകൾ കൊണ്ടും തമാശകളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്ത് ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ, കാരണം എനിക്ക് ഷുഗർ ഉണ്ട്, പ്രേംചേട്ടനും ഉണ്ട്. എങ്കിലും നിങ്ങൾ കുറച്ച് മധുരം കഴിച്ചിട്ട്, ഓണമല്ലേ, പിന്നെ വിവാഹ വാർഷികമല്ലേ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം കേട്ടോ മുന്നോട്ട് പോകാനായിട്ട്. എൻ്റെയും എൻ്റെ ചിണ്ടൻ്റെ ഫാമിലിയാണ് ഞങ്ങൾ. ചിണ്ടൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. മോൾക്കും മരുമകനും ഒക്കെ കൊടുത്തു. എല്ലാവരും ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് അത് ആഘോഷിച്ചു കേട്ടോ. വളരെ സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും ഒത്തുചേരുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണല്ലോ. ഓണത്തിന് അന്ന് തന്നെ വിവാഹ വാർഷികം വന്നത് വലിയ സന്തോഷമായി. എൻ്റെ മോൻ വീഡിയോ കോളിലുണ്ട് കേട്ടോ. പാവം, അവനൊന്നിനും കൂടാൻ പറ്റില്ല. ആ സങ്കടം എനിക്കുണ്ട്. 8 വർഷത്തോളമായി അവൻ ഓണമൊന്നും ആഘോഷിക്കാതെ ഒരു പ്രവാസിയായിട്ട് ജീവിക്കണം. അവൻ എനിക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് കാണിക്കുകയാണ്. എനിക്ക് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കേട്ടോ അവനില്ലാത്തത്. എങ്കിലും അതേ സമയത്ത് അവനും അവിടെ ഓണസദ്യ ഉണ്ട്. ഞങ്ങളോടൊപ്പം വീഡിയോ കോളിൽ കുഞ്ഞാവയും കണ്ട് ഞങ്ങളോട് സംസാരിച്ചു. അത് വലിയൊരു സന്തോഷമായി. അപ്പോൾ എൻ്റെ മരുമകൻ കൊണ്ടുവന്ന ഗിഫ്റ്റ്, ഞങ്ങളുടെ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ഉണ്ട് കേട്ടോ. അത് കാണിക്കുകയാണ് പ്രേംചേട്ടൻ. എടുത്ത് എല്ലാവരെയും കാണിക്കാൻ പോവുകയാണ്. എന്തൊരു സന്തോഷമാണല്ലോ ഇങ്ങനെ എല്ലാവരും നമ്മൾ പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ. അതൊരു വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനൊരു സന്തോഷം ഉണ്ടാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. നാളെ നമ്മുടെ ജീവിതം എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നും നമ്മൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അതിന് നമുക്കുള്ളിൽ ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റി വെച്ച് ഉള്ള സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ഇതുപോലുള്ള ചെറിയ ആഘോഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ ഓണം അവസാനിച്ച ദുഃഖത്തിൽ ഒരാൾ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഓണം ഇനി അടുത്ത കൊല്ലമല്ലേ ഉള്ളൂ അമ്മേ, ഇനി എന്ത് ചെയ്യും, ഞാൻ ഉറങ്ങട്ടെ, ഇനി എൻ്റെ വീഡിയോ ആയിട്ട് അമ്മ പോയിക്കോളൂ, അങ്ങനെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി അമ്മയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞാൽ ചിണ്ടൻകുഞ്ഞ് കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇനി അടുത്ത കൊല്ലം നമുക്ക് ഓണത്തിന് കാണാം എന്നാണ് അവൻ പറയണത്. പിന്നെ വേറൊരാളും കൂടി കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ സുഖമായിട്ട്, നമ്മുടെ കുഞ്ഞുവാവയും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ടാറ്റാ.